അപ്പൊ അത്തരം സൈബർ അറ്റാക്കുകളെ എങ്ങനെയാണ് നേരിട്ടത്? എങ്ങനെയാണ് നേരിട്ടതെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തില്ല, ഞാൻ അങ്ങനെയാണ് നേരിട്ടത്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളൊരു പരിധിക്കപ്പുറത്ത് ഇഫ് സംതിങ് ഗോസ് ഓവർ ബോർഡ് ഓഫ് കോഴ്സ് ലീഗലി നമുക്കൊരു പ്രശ്നം ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ തന്നെ ചിന്തിക്കണം, ഇത് നമ്മളതുകൊണ്ട് എഫക്റ്റഡ് ആകണോ? ആരായി അപ്പുറത്തിരുന്ന് ഈ അതും ഇതും പറയുന്ന ആൾക്കാർ? നമ്മൾ വളരെയധികം വില കൽപ്പിച്ച് നമ്മളധികം ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോലും വന്ന് കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്ത ഏതോ കുറച്ച് ആൾക്കാർ. ആ ആൾക്കാരാകണോ നമ്മുടെ മനസ്സമാധാനം പോകാനുള്ള കാരണം എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൈബർ ബുള്ളിങ് ഒക്കെ അതിൻ്റെ ഒരു ഫാഷൻ, അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ മോശമായിട്ടൊരു കമൻറ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ അവരെ വിമർശിച്ചുകൊണ്ട് 10 കമൻറ്റുകൾ ഇടാൻ ഇന്ന് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു സൈബർ സ്പേസിൽ ജസ്റ്റ് ഒരു ഫോൺ സ്ക്രീനിൻ്റെ പുറകിലിരുന്ന് ഡയലോഗ് അടിക്കുന്നതൊക്കെ വെറും ജീപ്പ് കാര്യമാണെന്നുള്ളത് ഇന്ന് നമ്മുടെ ആൾക്കാർക്കൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പം അതൊന്നും നമ്മളിനി വലിയ വലിയ ആനക്കാര്യമായിട്ട് കണ്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതും ഇതും പറയും, ഒരാഴ്ച പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും, അവരടുത്ത കാര്യത്തിലേക്ക് പോകും.